തിരികെ എത്തുമ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ മറ്റു ചില വിശേഷങ്ങളിലേക്ക് കൂടിയാണ്. നേരത്തെ വിജിൻ വായാന്തോട് മന്ത്രി വീണ ജോർജിന്റെ വസതിക്ക് മുന്നിൽ നിന്നും ദൃശ്യങ്ങൾ എത്തിച്ചിരുന്നു. ആ ഘട്ടത്തിൽ മന്ത്രി വീണ ജോർജ് ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളും ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളോട് വിജിനോട് സംസാരിച്ചിരുന്നു. ആ വർത്തമാനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ടേമിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ഇതിന്റെ ഭാഗമായിട്ടുണ്ടല്ലോ. മുൻപ് മെമ്മലേറിയും ആറന്മുള കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാലയുടെ എല്ലാവിധമായ ആശംസകളും കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഭക്തിയോടെ വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് സ്ത്രീ ജനങ്ങൾ, അമ്മമാരും സഹോദരങ്ങളും സുഹൃത്തുക്കളും എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്മയും എല്ലാ സന്തോഷവും നേരുന്നു, എല്ലാ ആശംസകളും. കാരണം ഇതൊരു വലിയ അനുഭവമാണല്ലോ. കാരണം ആറ്റുകാൽ ദേവീക്ഷേത്രം, അതുപോലെ ഇവിടെ എല്ലാം നമ്മുടെ സ്ത്രീ ജനങ്ങളാണ് വന്ന്. ലോകത്തിലെ തന്നെ സ്ത്രീകളുടെ ഒരു ഏറ്റവും വലിയ കൂട്ടായ്മയാണെന്നാണ്. തീർച്ചയായിട്ടും അതൊരു വലിയ വേറെ എങ്ങും നമുക്ക് കാണാൻ കഴിയാത്തൊരു അനുഭവമാണല്ലോ, വലിയൊരു അനുഭവമാണിത്. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ എനിക്കൊന്ന് 2-3 മണി ഒക്കെ ആയപ്പോഴേ എല്ലാവരും എത്തി തുടങ്ങി. അപ്പം അത്രയും സമർപ്പിതമായിട്ടാണല്ലോ എല്ലാവരും വരുന്നത്. അത്രയും വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയും അതോടൊപ്പം വ്രതാനുഷ്ഠാനവും എല്ലാം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വളരെ എല്ലാ സന്തോഷം. അങ്ങനെ കോഴിക്കോട് നിന്നൊക്കെ കക്കോടിയിൽ നിന്ന് ഇപ്പം ഇവിടെ തിരുവനന്തപുരത്ത് മേഖലയിൽ നിന്നുള്ളത് വിതിര, പാലോട്, നെടുമങ്ങാട് ഒക്കെ കൂടുതലായിട്ട്. പക്ഷെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തൃശ്ശൂരിൽ നിന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞതിലും സന്തോഷം. ഈ ആഘോഷത്തിൽ പങ്കുചേരുന്നതിനൊപ്പം വലിയൊരു റെസ്പോൺസിബിലിറ്റി കൂടി ഈ ആഘോഷത്തിന്റെ ഭാഗമായി മന്ത്രിക്കുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ആരോഗ്യ സംരക്ഷണമൊക്കെ നോക്കേണ്ട കാര്യമുണ്ട്, വെയിലാണ്, എങ്ങനെയാണ് ഇതിലുള്ള ക്രമീകരണങ്ങൾക്ക്? ആരോഗ്യ വകുപ്പ് എല്ലാവിധമായ ക്രമീകരണങ്ങളും പ്രത്യേക ക്ലിനിക്കുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ദേവീക്ഷേത്ര സന്നിധിയിലും പരിസരങ്ങളിലും പ്രത്യേക ക്ലിനിക്കുകളുണ്ട്. പിന്നെ അവിടെ എല്ലാം, കാരണം ആംബുലൻസുകളെല്ലാം സജ്ജമായിട്ടുണ്ട്, ഹോസ്പിറ്റലുകളെല്ലാം സജ്ജമാണ്. പ്രത്യേകിച്ച് ഹീറ്റ് ക്ലിനിക്കുകൾ കാരണം നല്ല അത്യുഷ്ണം, വെയിൽ, അതുകൊണ്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ കൂളർ സൗകര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ നേരിട്ട് ആറ്റുകാലിലെത്തി ക്രമീകരണങ്ങൾ DMOയോടൊപ്പം വിലയിരുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും സുരക്ഷിതമായിട്ടുള്ള ഒരു പൊങ്കാല ദിനം ഉണ്ടാകട്ടെ. എല്ലാവരും കാത്തിരിക്കുകയാണ് 10:15 ആകുന്നതിന് വേണ്ടി. മന്ത്രി വീണ ജോർജ് അല്പസമയം മുൻപ് വിജിൻ വായാന്തോടിനോട് സംസാരിച്ചതാണ്. പൊങ്കാല അർപ്പിക്കാനെത്തിയ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നതിനൊപ്പം വലിയ ഉത്തരവാദിത്വം അത് ആരോഗ്യ വകുപ്പിനു വേണ്ടി ആ കാര്യങ്ങളൊക്കെയും മന്ത്രി സംസാരിച്ചു. പ്രത്യേകിച്ച് ഹീറ്റ് ക്ലിനിക്കുകൾ ക്ഷേത്ര പരിസരത്ത് നിരവധിയായിട്ടുണ്ട്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ മുൻനിർത്തി വെള്ളം കൃത്യസമയത്ത് കുടിക്കുക, ഒപ്പം തന്നെ ആരോഗ്യകാര്യങ്ങൾ ചൂട് ഉയരുന്നതിനനുസരിച്ച് ആരോഗ്യകാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം എന്ന് മന്ത്രി നേരിട്ടെത്തി ഈ പൊങ്കാലയിടാനെത്തിയ ഓരോ വ്യക്തികളോടും പറയുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു. ആറ്റുകാൽ പൊങ്കാല 10:15 ആരംഭിക്കും. ഉച്ചയ്ക്ക് 1:15